വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2023 അമെൻഡ്മെൻറ്റ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഭേദഗതികൾ വരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അമെൻഡ്മെൻറ്റ്സ് വന്നിരിക്കുന്ന ഭാഗങ്ങൾ അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി 80ാമത്തെ സെക്ഷനിലുണ്ടായിരുന്ന ഭേദഗതികളാണ് നമ്മൾ കണ്ടത്. ഇനി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 88ാമത്തെ സെക്ഷനിൽ അമെൻഡ്മെൻറ്റ്സാണ്. അമെൻഡ്മെൻറ്റ്സ് ഓഫ് സെക്ഷൻ 88. 88ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ്, സർക്കിൾ സഹകരണ യൂണിയനുകളുടെ രൂപീകരണത്തെ പറ്റിയാണ് സെക്ഷൻ 88 പ്രതിപാദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ആദ്യമായിട്ട് ഈ പ്രധാന ആക്റ്റിലെ 88ാമത്തെ വകുപ്പിൽ 1-ാം ഉപവകുപ്പിൽ പല ക്ലോസുകളുണ്ട്, അവിടെ പല ഖണ്ഡങ്ങളുണ്ട്, ABCDE എന്നും പറഞ്ഞ് പല ഇതുണ്ട്. അതിൽ ആ ക്ലോസ് ഇയിൽ സബ്സെക്ഷൻ 1 ക്ലോസ് ഇയിൽ ഒരു മാറ്റമുണ്ട്. അതായത് ഇപ്പം നിലവിലുള്ള ആ ക്ലോസിന് പകരമായിട്ട് ഇനി പറയുന്ന ക്ലോസ് ചേർക്കണം. അതായത് ഈ എന്ന് പറയുന്നിടത്ത് ചേർക്കേണ്ടത് ദി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഹാവിങ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ സർക്കിൾ എക്സ് ഒഫിഷ്യോ എന്നാണ്. അതായത് സർക്കിളിൽ ആധികാരികതയുള്ള സഹകരണ ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സ് ഒഫിഷ്യോ എന്നാക്കി മാറ്റണം. ഇപ്പോൾ ഈ എന്ന് പറയുന്ന 1-ാമത്തെ സബ്സെക്ഷനിൽ ഈ എന്ന് പറയുന്ന ക്ലോസിൽ നിലവിലുള്ളത് ദി അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഡിറ്റ് ഹാവിങ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ സർക്കിൾ എക്സ് ഒഫിഷ്യോ എന്നാണ്. അതിന് പകരമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഹാവിങ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ സർക്കിൾ എക്സ് ഒഫിഷ്യോ. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഡിറ്റ് എന്നുള്ള മാറ്റി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആക്കണം എന്നുള്ളേ ഉള്ളൂ. കാര്യം ഒരു ഡയറക്ടറുടെ കീഴിൽ നമ്മൾ ഓഡിറ്റ് വിഭാഗം വന്നതിന് ശേഷം ഇത് അമെൻഡ് ചെയ്തിരുന്നില്ല ഈ ഭാഗം. അതുകൊണ്ടാണ് ഇപ്പോഴും പഴയ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഡിറ്റ് എന്നായിരുന്നു നേരത്തെ. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഡിറ്റ് അങ്ങനെയായിരുന്നു സർക്കിളുകളിലുണ്ടായിരുന്നത്, താലൂക്ക് തലത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ആ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഡിറ്റ് എന്നുള്ളത് മാറ്റി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സർക്കിളിൽ ആധികാരികതയുള്ള സഹകരണ ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അത് എക്സ് ഒഫിഷ്യോ ആണ്. സർക്കിൾ സഹകരണ യൂണിയൻ്റെ എക്സ് ഒഫിഷ്യോ മെമ്പറാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓഡിറ്റ് വിഭാഗം അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലാണ് സർക്കിൾ യൂണിയൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്നതാണ്. ഇനി അത് 88ാമത്തെ വകുപ്പിൽ ആദ്യത്തെ സബ്സെക്ഷനിലുള്ള മാറ്റാതെ ഉള്ളൂ. ഇനി 88B വകുപ്പ്. 88B എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അതാണ് ഇനിയും ഒരു മാറ്റം വന്നിരിക്കുന്നത് 88Bയിലാണ്. 88B എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ രൂപീകരിക്കുന്നതിന് എന്തെങ്കിലും വീഴ്ച വന്നാൽ, തടസ്സം വന്നാൽ ഒരു ഓഫീസറെ നിയമിക്കുന്ന അതാണ്. സർക്കിൾ യൂണിയൻ രൂപീകരിക്കാൻ പരാജയപ്പെട്ടാൽ ഓഫീസറെ നിയമിക്കൽ, അതാണ് 88B എന്ന് പറയുന്ന വകുപ്പ്. അതിൽ എന്താണ് മാറ്റം നമുക്ക് നോക്കാം. ഇൻ ക്ലോസ് 3, അതിൽ ക്ലോസ് 3യിൽ ആഫ്റ്റർ ദ വേർഡ്സ് ആൻ ഓഫീസർ, the words or an administrator or an administrative committee consisting of not more than 3 persons, one among them shall be the convener, shall be instructed. അതാണ് ഇതിനകത്ത് കൂടിച്ചേർക്കുന്നത്. അതായത് 88B വകുപ്പിലെ ഭേദഗതി എന്ന് പറയുന്ന പ്രധാന ആക്റ്റിലെ 88B വകുപ്പിലെ 3-ാം ഖണ്ഡത്തിൽ ആ 3-ാമത്തെ ക്ലോസിൽ ഒരു ഓഫീസറെ എന്നാണ് ഇപ്പം നിലവിലുള്ള ആ ഒരു ഓഫീസറെ എന്നുള്ള മാറ്റിയതിന് ശേഷം അതിന് ശേഷം
മാറ്റിയതിന് ശേഷമല്ല, ഒരു ഓഫീസറെ എന്നുള്ള ആ വാക്കുകൾക്ക് ശേഷമായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ 3-ൽ കുറയാത്ത അംഗങ്ങളുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അതിലൊരാൾ കൺവീനറായിരിക്കേണ്ടതും എന്ന് കൂട്ടിച്ചേർക്കണം. നിലവിൽ അതിനകത്ത് ആൻ ഓഫീസർ എന്നുള്ള ആ വാക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചേർക്കേണ്ടത്. ക്ലോസ് 3-ൽ എ ന്യൂ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് prevented from entering upon office of the new circle cooperative union fails to enter upon office, the registrar may appoint an officer to manage the affairs എന്നാണ്. അപ്പം അപ്പോയിൻ്റ് ആൻ ഓഫീസർ എന്ന് കഴിഞ്ഞിട്ട് ഇനിയുള്ള കാര്യങ്ങൾ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ 3 persons, one among them shall be the convener എന്നും കൂടെ ആ കൂട്ടത്തിൽ ഇൻസേർട്ട് ചെയ്യണം, കൂട്ടിച്ചേർക്കണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 89-ാമത്തെ വകുപ്പിൻ്റെ ഭേദഗതിയാണ്. 89-ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ 88 എന്ന് പറയുന്ന സെക്ഷൻ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനാണ്. 89 എന്ന് പറയുന്ന സെക്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, സംസ്ഥാന സഹകരണ യൂണിയൻ്റെ രൂപീകരണത്തെ പറ്റിയാണ് 89-ാമത്തെ വകുപ്പിൽ. ഈ 89-ാമത്തെ വകുപ്പിൽ സബ്സെക്ഷൻ 4-ൽ ഉള്ള മാറ്റങ്ങളാണ് നമ്മൾ 2-3 മാറ്റങ്ങൾ അതിനകത്തുണ്ട്. സബ്സെക്ഷൻ 4-ൽ ദി മാനേജിംഗ് കമ്മിറ്റി റെഫേർഡ് ടു ഇൻ ക്ലോസ് ബി ഓഫ് സബ്സെക്ഷൻ 2 ഷാൽ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് മെമ്പേഴ്സ് നേംലി എന്നും പറഞ്ഞ് അവിടെ മാനേജിംഗ് കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സ് ഏതെല്ലാം വിഭാഗത്തിൽ നിന്നാണെന്നുള്ളതാണ് വരിക. അതിൽ ക്ലോസ് ഡിയിൽ, അത് ABCD നിന്ന് ക്ലോസ് ഡിയിൽ 1 member elected in such manner as may be prescribed by the members of the circle cooperative union selected under clause C of subsection 1 of section 88 from among themselves എന്നുണ്ട്. അപ്പോൾ അതിൽ അതിന് പകരമായിട്ട് ഇങ്ങനെ വരും. ഇൻ ക്ലോസ് ഡി ഫോർ ദ വേർഡ്സ് ലെറ്റർ ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ് സി ദ വേർഡ് ലെറ്റർ ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ് ബി ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഡി എന്ന് പറയുന്ന ആ ക്ലോസിൽ സി ക്ലോസ് പ്രകാരം എന്ന വാക്കിനും അക്ഷരത്തിനും ആ ബ്രാക്കറ്റിനും പകരമായിട്ട് ബി ക്ലോസ് പ്രകാരം അല്ലെങ്കിൽ ബി ഖണ്ഡപ്രകാരം എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. ബി ഖണ്ഡപ്രകാരം എന്ന വാക്കും അക്ഷരവും ബ്രാക്കറ്റും ചേർക്കണം എന്നാണ് പറയുക. അത് ഒന്നുകൂടെ ക്ലിയറാക്കാം. ഇപ്പോൾ ഡി ഖണ്ഡത്തിൽ, ഡി ഖണ്ഡമാണ് ഞാൻ വായിച്ചത്. ഡി എന്ന് പറയുന്ന ക്ലോസിൽ 1 member elected in such manner as may be prescribed by the delegates of the ഡിയിലാണ്. ഡിയിൽ വരുമ്പോൾ 1 member elected in such manner as may be prescribed by the members of the circle cooperative union selected under clause C എന്നുള്ള മാറ്റിയിട്ട് ആ ക്ലോസ് സി എന്നുള്ളതിന് പകരമായിട്ട് അവിടെ ബി എന്നാക്കണം. ക്ലോസ് ബി ഓഫ് സബ്സെക്ഷൻ 1, അതിന് മാറ്റമൊന്നുമില്ല. ഓഫ് സെക്ഷൻ 88 ഫ്രം എമംഗ് ദംസെൽവ്സ്. 88-ാം വകുപ്പിലെ 1-ാം വകുപ്പിലെ ക്ലോസ് സി എന്നാണ് ഇവിടെ കിടക്കുന്നത്, അത് ബി എന്നാക്കണം. ബി ക്ലോസ് പ്രകാരം എന്നാക്കണം. ഇത്രയേ ഉള്ളൂ ചെറിയ മാറ്റം. ഇനി അതുപോലെ വേറൊരു മാറ്റമാണ് ക്ലോസ് ഇയിലും വരുന്നുണ്ട്. ക്ലോസ് ഇയിൽ 1 member elected in such manner as may be prescribed by the members of the circle cooperative union elected under clause D of subsection 1 of section 88 from among themselves എന്നുള്ളത് മാറ്റിയിട്ട് ഈ എന്ന് പറയുന്ന ക്ലോസിൽ ഡി ക്ലോസ് പ്രകാരം എന്നുള്ള വാക്കിനും അക്ഷരത്തിനും ബ്രാക്കറ്റിനും പകരമായിട്ട് സി ക്ലോസ് പ്രകാരം നടക്കും. അവിടെ സി ആണ്, ഡി എന്നുള്ളതിന് പകരം സി എന്ന് ആക്കണം. ഇത് നിങ്ങൾ നിലവിലുള്ള പുസ്തകം എടുത്ത് വെച്ചുകൊണ്ട് നോക്കി അത് കറക്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇതെല്ലാം തന്നെ അങ്ങനെ ചെയ്യണമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു.
എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തെ മാറ്റങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടെസ്റ്റിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇത് കേട്ട് മനസ്സിലാക്കി ആ ക്ലോസ് തിരുത്തി അവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇനി അതുപോലെ ഒരു നോഡ് വരുന്നുണ്ട്. അതായത് ഇൻ ക്ലോസ് എഫ്, അതിൽ തന്നെ ക്ലോസ് എഫിൽ വൺ മെമ്പർ എലക്റ്റഡ് ഇൻ such manner as may be prescribed by the members of the Circle Cooperative Union elected under clause E of subsection 1 of section 88 എന്നുള്ളതിൽ ആ ഇ എന്നുള്ളതിന് പകരമായിട്ട് അവിടെ ക്ലോസ് സി ഇ എന്നുള്ളതിന് പകരമായിട്ട് അവിടെ ക്ലോസ് ഡി എന്ന് ചേർക്കും. ഇതാണ് ഇൻ ക്ലോസ് എഫ് ഫോർ ദ വേർഡ്സ് ലെറ്റർ ആൻഡ് ബ്രാക്കറ്റ്സ്, ക്ലോസ് ഇ ദ വേർഡ് ലെറ്റർ ആൻഡ് ബ്രാക്കറ്റ്, ക്ലോസ് ഡി ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ട്, പകരമായിട്ട് അവിടെ ചേർക്കണം. ഇപ്പോൾ 89 എന്ന് പറയുന്ന സെക്ഷനിൽ സബ്സെക്ഷൻ 4 ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ആ ഇതിൽ ക്ലോസുകളിൽ വന്നിട്ടുണ്ട്. ആദ്യം ക്ലോസ് ഡിയിലൊരു മാറ്റമുണ്ട്. ആ ക്ലോസ് ഡിയിലുള്ള മാറ്റം എന്ന് പറയുന്നത് നിലവിൽ സി എന്നുള്ളത് മാറ്റി ബി എന്നാക്കണം. അത് കഴിഞ്ഞ് ക്ലോസ് ഇയിൽ നിലവിൽ ഡി എന്നുള്ളത് മാറ്റി സി എന്നാക്കണം. അത് കഴിഞ്ഞ് ക്ലോസ് എഫിൽ നിലവിൽ ഇ എന്നുള്ളത് മാറ്റി ഡി എന്നാക്കണം. ഇത്രയാണ് അതിനകത്ത് വരിക. ഇനിയും സെക്ഷൻ 89 തന്നെ 89B എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. 89B എന്ന് പറയുന്നത് സർക്കിൾ യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പരാജയപ്പെട്ട ഓഫീസറെ നിയമിക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ 89Bയിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ഓർ കമ്മിറ്റി ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് the managing committee of the state cooperative union. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ പരാജയപ്പെട്ട ഒരു ഓഫീസറെ നിയമിക്കുന്നതിനെ പറ്റിയാണ് 89Bയിൽ. അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ക്ലോസ് 3 ഓഫ് സെക്ഷൻ 89B, ക്ലോസ് 3ലാണ് 89Bയിലെ ക്ലോസ് 3ൽ that a new managing committee is prevented from entering upon office of or a new managing committee fails to enter upon office എന്ന് പറയുന്നുണ്ട്. അവിടെ the words cooperative department എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ the government may appoint an officer of the cooperative department to manage the affairs of the state cooperative union എന്നുണ്ട്. അതിൽ cooperative department the words not below the rank of additional registrar or an administrator or an administrative committee consisting of 3 persons, one among them shall be the convener, shall be inserted. അപ്പോൾ അവിടെ ഒരു പ്രധാന മാറ്റമാണ്. അതായത് 89B വകുപ്പിൽ ക്ലോസ് 3 ഒരു ഓഫീസറെ എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസറെ എന്നാണ്. അത് മാറ്റിയിട്ട് അത് കുറച്ചും കൂടെ വിപുലമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് പറയുക? അഡീഷണൽ രജിസ്ട്രാറുടെ പദവിയിൽ കുറയാത്ത ഒരു ഓഫീസർ. അവിടെ തന്നെ ഒരു റാങ്ക് തീരും. നേരത്തെ അങ്ങനെയില്ല, ഏതെങ്കിലും ഒരു ഓഫീസറെ നിയമിക്കായിരുന്നു. അത് പറ്റത്തില്ല. അഡീഷണൽ രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത അല്ലെങ്കിൽ പദവിയിൽ കുറയാത്ത ഒരു ഓഫീസറെ, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, അതായത് 3 ആളുകൾ അടങ്ങുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അതിലൊരാൾ കൺവീനറായിരിക്കേണ്ടതും എന്ന് കൂടി ചേർക്കണം. അതാണ് അതിനകത്ത് വരുന്ന മാറ്റം, 89Bയിൽ വരുന്ന മാറ്റം. ഇനി സെക്ഷൻ 91 ആണ്. സെക്ഷൻ 91 എന്ന് പറയുന്ന ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. അതാണ് 91 പറയുക, ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. അതിൽ അതായത് സംസ്ഥാന സഹകരണ യൂണിയൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് പറയുക. അതിൽ ഇൻ ക്ലോസ് സി ഓഫ് സബ്സെക്ഷൻ 1, 1-ാം ഉപവകുപ്പിലെ ക്ലോസ് സിയിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. അതായത് ബിഫോർ ദ വേർഡ്സ് ടു സ്പ്രെഡ് ദ വേർഡ്സ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഷാൽ ബി ഇൻസേർട്ടഡ്. അപ്പോൾ അതും കൂടെ ചേർക്കണം. അതായത് ടു സ്പ്രെഡ് എന്ന് കഴിഞ്ഞിട്ട് ആ ഫങ്ഷൻസിനകത്ത് സബ്സെക്ഷൻ 1 ക്ലോസ് സിയിൽ തുടങ്ങുന്ന ഇങ്ങനെയാണ്: ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ
ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് എന്നാണ്. അപ്പം ആ ടു സ്പ്രെഡിന് മുമ്പായിട്ട് ഇങ്ങനെ പറയണം, ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൂട്ടി വായിക്കണം. അപ്പം സഹകരണ തത്വങ്ങളെയും എന്ന വാക്കിന് മുൻപായിട്ട്, അതായത് ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അതിന് മുമ്പായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും പിന്നെ സഹകരണ തത്വങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന് അത് ആക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക നമ്മുടെ എൻ്റെ കൂട്ടത്തിലായിട്ട് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അതിനകത്ത് വരുന്ന മാറ്റം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ സർക്കിൾ സഹകരണ യൂണിയനും സംസ്ഥാന സഹകരണ യൂണിയൻ്റെയും 2 വകുപ്പുകളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ് കണ്ടത്. സെക്ഷൻ 88 അതുപോലെ തന്നെ സെക്ഷൻ 89-ലെയും. 88 മാത്രമല്ല, 88-ലെ 88B ഉണ്ട്, നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 89, അതുപോലെ 89B. പിന്നെ അതുകൂടാതെ ഫങ്ഷൻസ് സെക്ഷൻ 91-ൽ പറയുന്ന ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സോടുകൂടി അമെൻഡ്മെൻറ്റ്സ് കംപ്ലീറ്റ് തീരുകയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ പല പ്രാവശ്യം കേട്ട് തിരുത്തേണ്ട ഭാഗങ്ങളൊക്കെ തിരുത്തി പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എൻ്റെ ലാസ്റ്റ് ഭാഗമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.